ഇരുന്നു ഇല്ലേ? യേശുവിനെ അനുഗ്രഹിക്കാനൊന്നും അവൻ വളർന്നു പോകും. അവൻ ആത്മനിവേശത്തിനൊക്കെയാണ്, കാര്യം ശരിയാണ്. പക്ഷെ കരങ്ങളുടെ അവൻ എന്താ പറയുന്നത്? ഇപ്പോൾ നാഥ എന്നെ സമാധാനത്തോടെ നീ പറഞ്ഞു എന്നെ. അവൻ പറയാണ്, now I feel peaceful, now I know what is going to happen. അവൻ ഇസ്രായേലിന്റെ രക്ഷയെ കാത്തിരിക്കുന്നവനാണ്. അവൻ പറയുന്നു, എന്റെയും എന്റെ തലമുറയുടെയും പ്രതീക്ഷ ഇതാ നിറവേറിയത്. യു ഹാവ് കം, എന്റെ കർത്താവ് നീ വന്നല്ലോ. അവൻ ആത്മനിവേശിതനായി ദേവാലയത്തിൽ ചെന്ന് ആ പുത്രന്റെ അല്ലെങ്കിൽ ആ യേശുവിന്റെ അനുഗ്രഹത്തെ വാങ്ങിക്കുകയാണ്. അങ്ങോട്ട് വാങ്ങിക്കുക അല്ലെ, കയ്യിൽ വാങ്ങിക്കുക. എന്നിട്ട് അവൻ സന്തോഷത്തോടുകൂടെ ദേവാലയത്തിലെ അല്ലെങ്കിൽ അവൻ ഇനി അവൻ മരിച്ചാലും അവിടെ തന്നെ നമ്മള് വീണ്ടും 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹന്ന എന്ന പ്രവാചക ചെന്നിട്ട് ഇത് എത്തി നോക്കി അവിടെ അടുത്ത് ചെന്ന് കണ്ട് സ്തുതിച്ചെന്ന് എഴുതി. ദാറ്റ് മീൻസ് അവൾ എന്താണ്? ഷി ഓൾസോ വാസ് വെയിറ്റിംഗ് അപ്പോൺ ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്ന ഡിവൗട്ടായിട്ടുള്ള അവളും ഈ ആത്മനിവേശത്താൽ അവിടെ ചെന്നിട്ട് അവനെ ചെന്ന് കണ്ട് സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം കരയറ്റി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി. എന്താണ്? ആത്മാവ് അവരോട് സംസാരിച്ചിട്ടുള്ള ദൈവപുത്രനായ യേശുവാണിതെന്നുള്ളത് മനസ്സിലായി. ഒരു ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ 8ാം നാളിൽ തന്നെ ആ കുഞ്ഞിനെ കണ്ടിട്ട് അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ആൻഡ് ദേ വർ പ്രൈസിംഗ് ഗോഡ് എന്ന് തന്നെയല്ല ഹന്നയെ കുറിച്ച് പറയുന്നത്. ഹന്ന അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ കുറിച്ച് എല്ലായിടത്തും പോയി പറഞ്ഞെന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും ചെന്നിട്ട് പറഞ്ഞു, നമ്മളുടെ കാത്തിരിപ്പിന് ഇതാ ഫലമുണ്ടായിരിക്കുന്നു, ഇതാ യേശു കർത്താവ് വന്നിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാനാണ് സമയം എടുക്കുന്നത്. ഇനി now we look at the infant Jesus. ആ യേശുവിന്റെ വളർച്ചയെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകും. ആത്മാവിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, ആത്മാവിൽ ബലപ്പെട്ടു പോകും. യേശുക്രിസ്തുവിന്റെ വളർച്ച എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വളർച്ച. ഹോളിസ്റ്റിക്. അവന്റെ ഫിസിക്കൽ ബോഡി, അവൻ വാസ് ഗ്രോയിങ് ഇൻ ഹിസ് ഫിസിക്കൽ ബോഡി. പൈതൽ വളർന്നു. അതേസമയം അവൻ എന്തുണ്ടായിരുന്നു? ജ്ഞാനം നിറഞ്ഞു. ഹി വാസ് വൈസ്, വിസ്ഡം ഉണ്ടായിരുന്നു. അതുകൂടാതെ എന്തുകൊണ്ടായിരുന്നു? ആത്മാവിൽ ബലപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാവിനാൽ ഉൽപ്പാദിതനായ യേശു കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? ആത്മാവിൽ ബലപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, ഇത് നമ്മള് ശരിക്കും ഓർക്കേണ്ട ഒരു കാര്യം. Sometimes we think once we are filled with the Holy Ghost, it is over and it is everything. ആത്മാവിൽ ഉൽപ്പാദിതനായ യേശു കർത്താവ് ആത്മാവിൽ എന്ത് ചെയ്തു? ബലപ്പെട്ടു പോകുന്നു പറഞ്ഞു. So how can you say that, I have received the Holy Spirit once and I talk, in fact I could speak in tongues. അന്ന് എന്തൊരു ആവേശത്തോടുകൂടി ഞാൻ ആത്മാവിൽ അന്യമായി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം യേശു കർത്താവ് തന്നെ എന്ത് ചെയ്തിരുന്നു? ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ദാറ്റ് വി ആർ ഗ്രോയിങ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. ഇതൊക്കെ നമ്മൾ വളരെ വിശാലമായിട്ട് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് ഫൈനലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി 2-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ യേശു ടീനേജിലെ കാര്യം പറയാണ്. അതിനിടയ്ക്കാണ് കർത്താവ് 12 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ ചെല്ലുന്നത്. ദേവാലയത്തിലെ അവന്റെ ജ്ഞാനമൊക്കെയും കണ്ടിട്ട് എല്ലാവരും വളരെ അത്ഭുത പരതന്ത്രരായി തീർന്നു. അതിന്റെ 52-ാം വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു. എനിക്കത് വലിയ സന്തോഷമാണ് തോന്നുന്നത്. 12 വയസ്സുള്ളപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ആത്മാവിനാൽ നിറയപ്പെട്ട ആത്മനിവേശിതനായ, ആത്മാവിനാൽ ജനിച്ച് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നതായ യേശു ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ ഒരു വേറെ ആസ്പെക്റ്റിലേക്ക് കയറുക. എന്നറിയാമോ? ദൈവത്തിന്റെ കൃപയിൽ അവൻ വളരുക മാത്രമല്ല, മനുഷ്യരുടെയും കൃപയിൽ. നമ്മുടെ പിള്ളേർക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ പഠിപ്പിക്കാത്ത കാര്യമാണ്. എന്നറിയാമോ? ടീനേജ് എന്ന് പറയുന്നത് നമ്മൾ പിള്ളേരെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്നറിയാമോ? ജനങ്ങളുമായിട്ട് ഇടപഴകാൻ പഠിപ്പിക്കണം. ഈ മെട്രോ സിറ്റീസിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ ഒരു കഥ കൊട്ടി ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. കഥയൊക്കെ കൊട്ടി തുറന്നു വരുന്ന അവിടുത്തെ 15-16 വയസ്സുള്ള ചെറുക്കനോ ആണെങ്കിൽ തുറന്നു, ഹായ് അങ്കിൾ, ഹൗ ആർ യു, കമാ ഐ കോൾ ഡാഡി. ഒറ്റ ഉണ്ണാണ്, പിന്നെ അവനെ കാണത്തില്ല. ആകെ എത്രയേ ഉള്ളൂ, അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. ഹായ് അങ്കിൾ, ഫിനിഷ്. പിന്നെ വർത്തമാനോ ഇല്ല. പിന്നെ അവനെ കാണാൻ കിട്ടിട്ട് ഉടനെ വർത്തമാനം പറയും. അവനെ കാണാൻ കിട്ടത്തില്ല. അവനകത്ത് പോയി ഇന്റർനെറ്റ് നോക്കി
ലോകത്തിലില്ലാത്ത സൈറ്റും എല്ലാം നോക്കി അവൻ അവന്റെ ലോകത്തിലാണ്, അല്ലേ? അപ്പോൾ ഞാനീ പറയുന്നത്, ഐ റിയലി വോണ്ട് ടു സേ ദീസ് തിങ്സ് ഇൻ ദ ഫാമിലി സെമിനാർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയാൻ എനിക്ക് ആഗ്രഹം. ഞാൻ ടച്ച് ചെയ്ത് തന്നെ പോയെന്നുള്ളത്. ആ സോഷ്യൽ ആസ്പെക്ട് വലിയ മാർക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും, വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആയില്ലെങ്കിലും, മനുഷ്യപ്പറ്റുള്ളവരായിട്ട് നമ്മുടെ പിള്ളേരെ വളർത്താൻ പറ്റിയാൽ അതാ വലിയ ഭാഗ്യം. മനുഷ്യപ്പറ്റുള്ളവരായി ഒന്ന് വർത്തമാനം പറയാനോ കാണാനോ സംസാരിക്കാനോ ഒരു കരുണയുള്ള, കരുതലുള്ള, മറ്റുള്ളവരെ കുറിച്ചൊരു വേദനയുള്ള, ഇടപെടാൻ അല്ലെങ്കിൽ അവരുടെ വേദനകൾ മനസ്സിലാകുന്ന ഒരാളാണ്. യേശുവിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഫേവറിൽ വളർന്നു വന്നു. ആരാ? പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതനായ വിശുദ്ധ പ്രജ, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്ന യേശു മനുഷ്യരുടെ കൃപയിൽ വളർന്നു പോകുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്ര വ്യത്യാസമായിരിക്കണം എന്നുള്ളതാ ഞാനൊന്ന് ഓർപ്പിച്ചു വിട്ടത്. ലേറ്റർ. ഇനി യൂത്ത് ഏജിൽ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. നോക്ക്, ആദ്യം ഇവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതനായി, ഇവൻ ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, അവൻ മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിൽ വളർന്നു. ടീനേജില് അങ്ങനെ ആയിരുന്നെങ്കിൽ യൂത്ത് ആയപ്പോഴത്തേക്ക്, യുവാവായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നമ്മുടെ പിള്ളേരെല്ലാം നേരെ തിരിച്ച് ഇങ്ങനെ ഇൻവേർട്ടഡ് പിരമിഡ്. ഞങ്ങൾ ഈ ജേർണലിസത്തിന് ഇതിനകത്ത് ന്യൂസ് എഴുതുമ്പോൾ എങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോൾ നോർമലി വീസേ ഇൻവേർട്ടഡ് പിരമിഡ്. കാര്യം ആ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുകളിലൊരു 2 ലൈനിനകത്തുണ്ട്, പിന്നെ ഇങ്ങനെ വന്ന് വിശാലതയെല്ലാം താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് പരന്ന് പറയാണ്. കാര്യമുള്ള കാര്യമല്ല എവിടെയാണ് മുകളിൽ തന്നെ ഒറ്റയടിക്കുന്ന കണ്ടാൽ മനസ്സിലാക്കണം. ആ ആദ്യത്തെ 4 ലൈനകത്ത് ഈ കാര്യങ്ങളെല്ലാം കാണണം. പക്ഷെ ഇവിടെ പറ്റുന്നതെന്നറിയാമോ, ആദ്യമൊക്കെ നല്ല പിള്ളേരെല്ലാം നല്ല ആത്മീയരായിരിക്കും, പക്ഷെ ചില കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറഞ്ഞ് പിന്നെ അങ്ങ് പരന്ന് പിന്നെ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വരുന്നു. റൈറ്റ്, ഇതല്ലേ? പക്ഷെ ഇവിടെ എന്താണ് യേശുവിന്റെ കാര്യത്തിൽ എന്താണ്? അവൻ ആത്മാവിനാൽ ഉൽപ്പാദിതനായി, അവൻ ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, അവൻ ദൈവകൃപ അനുഭവിച്ചു, മനുഷ്യരുടെ കൃപ അനുഭവിച്ചു. ഒടുവിൽ അറ്റ് ദി യൂത്ത് ഏജ് വി സീ ഹിം എ പേഴ്സൺ വിത്ത് ഫുൾ ഓഫ് സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരിക്കും. അവന്റെ ജനനത്തിങ്കൽ, അവന്റെ ടീനേജില്, അവന്റെ യൂത്ത് ഏജില്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്തുണ്ടാകുന്നുണ്ട്? ഹോളി സ്പിരിറ്റ് വാസ് വിത്ത് ഹിം ആൻഡ് ഹി വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ആൻഡ് തിങ്ക് അബൌട്ട് ഹിസ് ബാപ്റ്റിസം. അവന്റെ സ്നാനത്തിന്റെ സമയത്ത് നമ്മൾ ലൂക്കോസിന് വിശേഷം 3-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. He was taking baptism. At the time of baptism, he was praying. സ്നാനപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതനായ, ആത്മനിറവ് പ്രാപിച്ച, അല്ലെങ്കിൽ ആത്മാവിന്റെ മേൽ ആവസിക്കുന്ന ആ യേശു സ്നാനത്തിന്റെ സമയത്ത് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ എന്ന പോലെ അവന്റെ മേൽ പ്രാവെന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, എന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ജീസസ് വാസ് പ്രേയിങ് when he was taking baptism, he was praying. അവനല്ലാത്തൊരു സന്ദർഭമില്ല. Every time. And what he was praying? He was praying for the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. കാര്യം ഇത് കഴിയുമ്പോഴാണ്, ഈ സ്നാനത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്, അവൻ he was full of Holy Spirit. ഇതിന് ശേഷം 3-ാം അധ്യായത്തിൽ നമ്മളിത് കണ്ടത്, 4-ാം അധ്യായം 1-ാം വാക്യം നമ്മളിപ്പോൾ വായിച്ചത് എന്താണ്? he was full of Holy Spirit. ആത്മനിറവ്, അവൻ മൊത്തം ആത്മാവാണ്, മൊത്തമായിട്ട് ആത്മാവാണ്. he was full of Holy Spirit. നമ്മളുടെ ജീവിതത്തില് ആ ഒരു ദാഹം, ഒരു സം കൈൻഡ് ഓഫ് പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രാപിക്കാനുള്ള ആ ദാഹം, അല്ലെ? ഞാനത് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇഫ് യു ആർ ഡ്രങ്ക് then always you will look for another peg. മറ്റൊന്നും നിന്നെ സന്തോഷിപ്പിക്കത്തില്ല. നമ്മൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ടോട്ടലി ഡ്രങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ കൊണ്ട് കൊടുത്താൽ അവന് ഇഷ്ടമില്ല. പിന്നെ അവൻ ആകെപ്പാടെ എന്ത് തന്നെ കിട്ടണം? അനദർ പെഗ്, അല്ലേ? അതേ ഉള്ളൂ അവന്റെ മനസ്സിലാക്കുക. എന്നതുപോലെ ഇഫ് യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ് യു വിൽ ലുക്ക് ഫോർ ജസ്റ്റ് വൺ തിങ്. പിന്നെ ജിലേബി കൊണ്ട് തന്നാലും, ലഡു കൊണ്ട് തന്നാലും, കാശ് കൊണ്ട് തന്നാലും, നല്ല ഡ്രസ്സ് കൊണ്ട് തന്നാലും, കള്ളു കുടിച്ച് അടിച്ച് ഫിറ്റായിരിക്കുന്നവരടുത്ത് നല്ലൊരു ഉടുപ്പ് കൊണ്ട് കൊടുത്താൽ ഞാനിങ്ങനെ നോക്കി അവനൊന്നും വിഷയമൊന്നും അല്ല.
ഹി ഈസ് ലുക്കിംഗ് ജസ്റ്റ് ഫോർ വാട്ട് അനദർ പെഗ്. അല്ലേ? യേശു കർത്താവിന്റെ ആത്മാവ് ഇത്രയും പാടുന്നിട്ടു. അവൻ സ്നാനമറ്റോ പറഞ്ഞു, ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ്, എനിക്ക് ഇനിയും വേണോ ആത്മാവിന്. ആൻഡ് ഗോഡ് സെഡ് യെസ്, ഗുഡ്, യെസ്. പരിശുദ്ധാത്മാവ് തന്നോട് ചോദിക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. നമ്മളുടെ ഒരു പ്രശ്നം അറിയാം, വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ഹാവ്. ആത്മാവിന്റെ കാര്യത്തിൽ, ബാക്കി ഒരു കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. വേദോസത്തിൽ പറയുന്നത് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. അത് നമ്മൾ ചിന്തിച്ചിരിക്കും നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനിത്തിങ് ഓഫ് ദാറ്റ് വി ഹാവ്. നമുക്കുള്ള ഒരു കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ്. വി നീഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. പക്ഷെ വേദോസം പറയുന്നത് എന്താണ്? വീണ്ടും ആഗ്രഹിക്കാൻ പറ്റുന്നതും വീണ്ടും ചോദിച്ചാൽ കിട്ടുന്നതുമായ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. So we always should have that kind of attitude every time, praying for more spirit and more spirit and more spirit, and certainly God will fill you. കർത്താവ് ഒരിക്കലും ചോദിക്കും പോരായോ ഇത്രയും നന്ന പോരായെന്ന് കർത്താവ് ഒരിക്കലും ചോദിക്കത്തില്ല. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ബാക്കിയെല്ലാം തന്നിട്ട് കർത്താവ് ചോദിക്കും, എന്തിനാടാ ഇനി വലിയ നീ എന്തിനാ ഇത് പോരായോ, ഞാൻ നിനക്ക് തരാനുള്ളതെല്ലാം തന്നിട്ടില്ലയോ, ഇനി പോരാ നീ ചോദിച്ചാൽ കുറച്ച് ഞാൻ തരുമായിരുന്നല്ലോ, നീ എന്തിനാ ഇതിന് പോരായ പോകണമെന്ന് ചോദിക്കും. പക്ഷെ കർത്താവ് ഒരിക്കലും ചോദിക്കത്തില്ല, എടാ ഇത്രയും പോരായോ ആത്മാവ്, ഞാൻ തന്നൊന്നും പോരായോ എന്ന് കർത്താവ് ഒരിക്കലും ചോദിക്കത്തില്ല. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഇനി ലൂക്കോസ് 4:1 പോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്തിനു വേണ്ടിയാ? പരീക്ഷിക്കപ്പെടുന്നത്. വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. പരീക്ഷിച്ചതാരാ? പിശാചാണ്. പക്ഷെ പരീക്ഷയിലേക്ക് നടത്തിയതാരാ? ആത്മാവാണ്. അല്ലെ? അപ്പൊ നമുക്ക് വലിയ സംശയം, ഇത് കൊള്ളാമല്ലോ, ആത്മാവിന്റെ കൂടെ പണി നോക്കണമല്ലോ. എന്തിനു വേണ്ടി നടത്തുകയാണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് നമ്മുടെ ടെംപ്റ്റർ അല്ല, പക്ഷെ ആ ടെംപ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ടെംപ്റ്റേഷനിലേക്ക് നടത്തുന്ന ആരാണ്? ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെരി ഇൻട്രസ്റ്റിംഗ്. അതിനേക്കാൾ വലിയ തമാശ എന്നറിയാമോ? ഈ മരുഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഹി വാസ് പ്രേയിങ്, ഫാസ്റ്റിംഗ്, അല്ലെ, ഉപവസിച്ച് പ്രാർത്ഥിച്ച്. അന്നേരമാണ് പരിശോധന മുഴുവൻ, അല്ലെങ്കിൽ അപ്പോഴാണ് പരീക്ഷ. ഉപവസിച്ചു പരീക്ഷിക്കപ്പെട്ടു. നമ്മൾ ചിന്തിക്കുന്നതിനറിയാമോ? പരീക്ഷകൾ ഉണ്ടാകും നമ്മൾ ഉപവസിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. പ്രിയമുള്ളവരെ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കൂടുതൽ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പരീക്ഷ അവന്റെ അടുത്ത് വന്നു. ലൂക്കോസ് എഴുതിയിരിക്കുന്നത് 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. വായിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ് 40 ദിവസം പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. വിട്ടത്തില്ല, ഇടത്തോട്ടും വലത്തോട്ടും വിടത്തില്ല, അല്ലേ? പരീക്ഷിച്ചുകൊണ്ടിരുന്നു 40 ദിവസം. ആത്മീയൻ പരീക്ഷിക്കപ്പെടുകയില്ലെന്നല്ല, ആത്മീയൻ കൂടുതൽ പരീക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ ആത്മീയൻ എപ്പോഴും പരീക്ഷയിൽ വിജയിക്കുന്നതാണ്. ആത്മീയൻ എന്ത് ചെയ്യുന്നു? പരീക്ഷയിൽ വിജയിക്കും. ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നുണ്ടായി? പരീക്ഷ ഉണ്ടായി. ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ. പക്ഷെ ആ പരീക്ഷയിൽ നിന്ന് വിജയിക്കാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. Because he was fasting and praying. And it was easy for him to overcome all those temptations because he was fasting and praying and he was having that kind of spirituality. And അവന് ഒരു പക്ഷേ വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ആയിരുന്നോ യേശുവിന്റെ കാര്യം. ഇപ്പം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്നല്ല കർത്താവ് പറഞ്ഞത്. അത് അവൻ ഗെത്സമനെ പോയി പ്രാർത്ഥിച്ചു, അത് വേറെ കാര്യം. പക്ഷേ കർത്താവ് പത്രോസിനോടും മറ്റുള്ള ശിഷ്യന്മാരോടും എന്താ പറഞ്ഞത്? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കുറച്ചു നേരം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഉറക്കമാണ്. കർത്താവ് ചോദിച്ചു, 1 മണിക്കൂർ എന്റെ ഉടനെ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലേ പത്രോസ്? 1 മണിക്കൂർ. കോട്ടുവായൊക്കെ ഇട്ടുകൊണ്ട് അമ്മമാർ പിന്നെ എണീറ്റൊക്കെ കുറച്ചു നേരം ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണങ്ങിപ്പോയി. അതെ, ഉണങ്ങിപ്പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ പത്രോസിന്റെ അടുത്ത് വന്നു. പത്രോസിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ ആ 1 മണിക്കൂർ ഉണർന്നു നിന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ പത്രോസ് ചിലപ്പോൾ രക്ഷപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട